എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു മണ്ഡലകാലം പൂർവജന്മ സുഖം കൊണ്ട് നമുക്കൊക്കെ പങ്കെടുക്കാവുന്ന രീതിയിൽ എത്തിയിരിക്കുന്നു. സ്വാമിയാർ മഠത്തിന്റെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം. ഇത്തവണ ഹർഷവിദ്യാപീഠത്തിലെ കുട്ടികളെ കൊണ്ട് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം സമ്പൂർണമായിട്ട് ശ്ലോകങ്ങൾ അവരെ കൊണ്ട് ചൊല്ലിക്കുകയും ചെറിയ രീതിയിൽ അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലൊരു സാരവും ചെയ്യാൻ ഒരു ആഗ്രഹം സാറ് ഞാനും കൂടെ നിൽക്കുമ്പോഴാണ് അമ്പലത്തെ വെച്ച് ഒരു ആശയം തോന്നിയത്. അപ്പൊ തന്നെ വിശ്വനാഥൻപുരി സാറ് ഗുരുനാഥന്റെ അടുത്ത് അപ്പൊ തന്നെ പറഞ്ഞു, അപ്പൊ തന്നെ അതിനൊരു പച്ചക്കൊടി കാണിച്ചു, ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിന്റെ സാരാർത്ഥ ദീപിക സാറിന്റെ ആ പ്രകാശനം ചെയ്ത പുസ്തകം അത് വലിയൊരു പ്രചോദനം കൂടിയാണ്. അതിൽ നിന്നാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലങ്ങനെ തോന്നിയത്, കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചാൽ എന്താ വെച്ചാൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപ്പൊ അത്രത്തോളം അതിന് വളരെ നന്നായിട്ട് തോന്നിയപ്പോ ആണ് ഈ ഒരു ആശയം വന്നത്. നേരെ സാറിനോട് പറഞ്ഞപ്പോൾ സാറിന്റെ പരിപൂർണ അനുഗ്രഹവും അതിന് കിട്ടി. പിന്നെ ഇതിനെല്ലാം പുറമെ കുഞ്ഞുങ്ങളുടെ ഇതിങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ആലോചിക്കുന്നു, പേര് തരാൻ തയ്യാറുള്ളവർ തരിക എന്ന് പറഞ്ഞപ്പോ എല്ലാ കുഞ്ഞുങ്ങളും അപ്പൊ തന്നെ വിത്തിൻ ഒരു 10 മിനിറ്റ്സ് ഒരുവിധം എല്ലാ കുഞ്ഞുങ്ങളും തന്നെ പേര് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേര് തന്നു. അപ്പൊ അത് തന്നെ എന്തായാലും ഇത് മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ അത് സഹായിച്ചു. അവരുടെ ആ ഒരു താല്പര്യം അതാണ് തീർച്ചയായിട്ടും എന്നെ അതിലേക്ക് കൂടുതൽ പ്രേരിപ്പിച്ചത്. അപ്പോൾ 2-3 മാസമായിട്ട് അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ മലയാളമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് സംസ്കൃതം മലയാളത്തിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളല്ലാതെ ആര് അവരെ ഇതുപോലെ ചെയ്തു കൊണ്ടുവരാൻ വീട്ടിൽ ആർക്കും സമയമില്ല. നമ്മളിങ്ങനെ സ്വാമിയുടെ ഒരു നിശ്ചയം കൊണ്ട്, ഭഗവാന്റെ നിശ്ചയം കൊണ്ട് നമുക്കതിനൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നു. പിന്നെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും. അപ്പോ ഇന്ന് നമ്മൾ ആ ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ്. എന്താ വെച്ചാൽ ആദ്യം കുട്ടികൾ ഭാഗവതത്തിന്റെ മഹാത്മ്യം അറിയട്ടെ, അതിൽ കൂടി എന്താണ് ലഭിക്കുക, അതിന്റെ വിശേഷം എന്താണെന്ന് അവരറിയട്ടെ. എന്നാലല്ലേ അവരെ നമുക്കൊരു സപ്താഹം നടക്കുമ്പോൾ വരാൻ പോലും പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എന്താണ് സപ്താഹം എന്ന് പോലും അറിയാൻ പറ്റില്ല. ഈ ഒരു മഹത് ഗ്രന്ഥം, ഭാഗവതം എന്ന മഹത് ഗ്രന്ഥത്തിന്റെ പ്രാധാന്യത്തെ അവരാദ്യം അറിയട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ അതിനുവേണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും ഉണ്ടാവണം കുട്ടികൾക്ക്. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനായ വിശ്വനാഥൻപുരി സാറാണ്. സാറിനെ ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും നമസ്കാരത്തോടും കൂടി ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാ ഭജനങ്ങൾക്കും നീതമായ പ്രണാമം. സ്വാമിയാർ മഠത്തെ സംബന്ധിച്ച് ഒരു പുതിയ നാഴികക്കല്ലിന്റെ ചരിത്രമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. വേദങ്ങളും ഉപനിഷത്തുകളും ഗീതയും ഒക്കെ നമ്മൾ പലപ്പോഴും ചൊല്ലുകയും പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീമദ് ഭാഗവതത്തിലേക്കുള്ള പ്രവേശനം ആദ്യമായിട്ടാണ് കുട്ടികളുടെ ഇടയിൽ. ഭാഗവതത്തെക്കുറിച്ച് മൊത്തത്തിൽ ഇന്നുള്ളൊരു ധാരണ പ്രായമായ അമ്മമാർക്ക് മാത്രം പോയത് കേൾക്കാൻ പറ്റിയൊരു ഭാഗമാണ് ഭാഗവതം. അത്രമാത്രമേ. അതുകൊണ്ട് പിള്ളേരോ മറ്റുള്ള ചെറുപ്പക്കാരോ വഴിക്ക് നോക്കാറില്ല. ഇത് നമ്മളെ അല്ല, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്തതാണ് എന്നൊരു ചിന്ത അടുത്ത കാലത്തായിട്ട് ഭാഗവതത്തെക്കുറിച്ച് ഭാഗവത സപ്താഹങ്ങളിലൂടെ ധാരാളം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇതിൽ എന്താ കാര്യമെന്ന് അവിടെയാണ് പരമേശ്വരൻ സാറിന്റെ ചിന്തയുടെ ബലം നന്നായിട്ട് നമുക്കറിയാൻ പറ്റും. കാരണം ഇത് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതാണ്. കുട്ടികളായിരിക്കും മുതലേ ഇതറിഞ്ഞ് പഠിച്ചു വന്നാൽ മാത്രമേ ഇതിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭാഗവതത്തിന്റെ മാഹാത്മ്യം അതുകൊണ്ട് തന്നെയാണ് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ സപ്താഹവേദികളിൽ നിന്നും മാഹാത്മ്യം മുഴുവൻ വായിക്കുകയോ അർത്ഥം പറയുകയോ ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ്. അതിന് സമയമില്ലാത്തൊന്നും ചെയ്യാറില്ല, കുറെ കാലമായിട്ട് അതില്ല. അങ്ങനെ അന്തർഹിതമായി തഴയപ്പെട്ട ഈ മാഹാത്മ്യത്തെ ആ ഒരു പുസ്തകം സാറിനെ സ്വാധീനിച്ചതുകൊണ്ട് സാറിന്റെ ഉള്ളിൽ ആ ഒരു ചിന്ത നന്നായി ഉണ്ടായത് ഏറ്റവും അഭികാമ്യമാണ്. അതിനേക്കാൾ ഉപരി ഈ മണ്ഡലകാലം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള സദ്വൃത്തികളുടെ ആചരണങ്ങളും ഒരു വ്രതാനുഷ്ഠാനത്തിന്റെയും കാലഘട്ടമാണ്. കർക്കിടമാസം പോലെ തന്നെയാണ്. ഒരു വർഷം നമ്മൾ ഭഗവത്ഗീത ഈ സമയത്തെ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചു, പിന്നെ നിന്നുപോയി. പക്ഷെ അത് വീണ്ടും നമുക്ക് തുടരാൻ ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും
പരമേശ്വരൻ സാറിനെ ശക്തമാക്കി ബലമാക്കി നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുകയാണ്. ഇതാ സ്വീകരിച്ചുള്ളൂ, ഞാൻ ഒരാളെ എത്തിച്ചിട്ടുണ്ട്. സാർ അതിന് തയ്യാറായി. സാറ് തയ്യാറായ അടുത്തതെന്ന് വെച്ചാൽ സാർ കുറെ നാളുകളായിട്ട് ഇത് പഠിക്കായിരുന്നു, എങ്ങനെ കുട്ടികളിൽ എത്തിക്കും. അടുത്തതല്ല, കാരണം മുതിർന്നവർക്ക് പോലും ഈ മഹാത്മ്യം വായിക്കാനോ പഠിക്കാനോ വിഷമമുള്ള സാഹചര്യത്തിൽ ഇത്രയും കുട്ടികൾ തയ്യാറായി എന്നുള്ളതൊരു അത്ഭുതമാണ്. ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഞങ്ങൾ ഈ ഭാഗവത മഹാത്മ്യം അറിയാൻ ഇതിന്റെ സ്വാദ് ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ അവർ ഭാഗവതത്തിലോട്ട് കടന്നോളൂ. ഭാഗവതത്തിൽ ഇന്ന് സംഭവിക്കുന്ന ദുരന്തങ്ങളെ മുഴുവൻ മാറ്റിയെടുക്കാൻ നമ്മുടെ ഈ കുട്ടികൾ ശക്തരാകും ഭാവിയിൽ. അതാണ് നമ്മുടെ പ്രതീക്ഷ. ഇവരെ കൊണ്ട് നമുക്ക് ഈ മാലിന്യങ്ങളെ തുടച്ചു മാറ്റിയിട്ട് ഉത്കൃഷ്ടമായ ഭാഗവതം എന്താണെന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കാൻ ഈ കുട്ടികൾ പ്രാപ്തരാകും, സന്നദ്ധരാകും. അതിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ തുടക്കം. അതുകൊണ്ട് വളരെയധികം സന്തോഷവും വളരെയധികം അഭിമാനവും ഉണ്ട്. ഈ കുട്ടികൾ ആദ്യമായി സംരംഭമാണ്, എങ്ങും ആരും ഒരിടത്തും ചെയ്യാത്തതാണ് കുട്ടികളിലേക്ക് ഭാഗവതം എത്തിക്കുക എന്നുള്ളത്. കുട്ടികൾ മാത്രമല്ല, ആ ഒരു കുടുംബം മുഴുവനും ഭാഗവതത്തിന്റെ ഈ മഹാത്മ്യത്തിന്റെ അന്തർധാരയിൽ കൂടി സഞ്ചരിച്ചു പോയി കഴിയുമ്പോൾ ഒരു ജീവിതചര്യയെ എങ്ങനെയൊക്കെ നേരെയാക്കിക്കൊണ്ടുപോകണം. ഭാഗവതം ഭക്തിയുടെ മാത്രം ആണ്, അത് ഭക്തിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നൊക്കെ ധരിച്ചിരിക്കുന്നവർക്ക് അതല്ല. ഭാഗവതത്തിൽ സകലതുമുണ്ട്. ഭക്തിയുണ്ട്, മുക്തിയുണ്ട്, ജീവിതചര്യയുണ്ട്, ശാസ്ത്രമുണ്ട്. ഏറ്റവും വലിയ സയൻസ്, മോഡേൺ സയൻസ് മുഴുവനും ഭാഗവതത്തിലുണ്ട്. അത് ഭാഗവതം പഠിച്ചു വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. എന്താ കണക്കുണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫയലുണ്ട്. അതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. ഒരു മനുഷ്യന്റെ നിത്യ ജീവിത വൃത്തികൾ എങ്ങനെയൊക്കെ ആക്കിയെടുക്കണം എന്നുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് കുട്ടികളിൽ ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതെപ്പോഴും പേസ്റ്റ് ചെയ്ത് ഒരിക്കലും നഷ്ടപ്രാപ്തമാക്കി അവിടെ ഇരിക്കും. ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ വാർത്തയാണ്. എന്തായാലും ഭാമേർ മഠത്തിന്റെ കുട്ടികളിലെ ഈ ഒരു അരങ്ങ് ഈ വർഷത്തെ മണ്ഡലകാലം സാർത്ഥകമാക്കുന്നു. അവർക്ക് അനായാസമായി അനുസ്യൂതമായി ഈ മഹാത്മ്യം ചൊല്ലാനും അത് പറയാനുമുള്ള ഒരു സരസ്വതി കടാക്ഷം ഹനുമാൻ സ്വാമി, ശ്രീരാമസ്വാമിയോ കൊടുക്കട്ടെ. അതിൽ കൂടി അവർ വളർന്നു വന്ന് അവരുടെ ജീവിതചര്യ, വാസ്തവത്തിൽ ഈ മണ്ഡലകാലം ഒരു വ്രതനിഷ്ഠയുടെ കാലമാണ്. ഒരു വ്രതാനുഷ്ഠാനത്തോടെ ഭാഗവതം അവർക്ക് വായിക്കാൻ പറ്റുക, അതൊരു അത്ഭുത സിദ്ധിയാണ്. ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഈ കുട്ടികൾക്ക് അങ്ങനെയാണ് നമുക്ക് ഒരു പരിശീലനം കൊടുക്കാൻ പോകുന്നത്. അതും ഏറ്റവും അധികം ആദരണീയമായ ഒരു മനോഹരമായ ദൃശ്യമാണ് നമ്മൾ മുമ്പിൽ കാണാൻ പോകുന്നത്. ഇതിനൊക്കെ സന്നദ്ധരായിരിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അതേപോലെ ഇതിൽ പങ്കെടുക്കുന്നവർക്കും അതിനൊക്കെ ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച് മറ്റെല്ലാ ജോലികളും തിരക്കും മാറ്റി വെച്ചിട്ട് ഈ കുട്ടികളിലേക്ക് എത്തിക്കാൻ സന്നദ്ധ കാണിക്കുന്ന പരമേശ്വരൻ സാറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗവത പഠനം നമുക്കിവിടെ ആരംഭിക്കാം എന്ന് ഈശ്വരനാമത്തിൽ എല്ലാവരെയും അറിയിക്കുന്നു. സന്തോഷം, നന്ദി, നമസ്കാരം. ഒരുപാട് നമസ്കാരം സാറേ, വളരെയധികം സന്തോഷം. മത്സ്യേട്ടാ ഒരു 2 വാക്ക് അനുഗ്രഹമായിട്ട്. ഗുരുശ്രേഷ്ഠനായ നമ്പൂതിരി സാറിന്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം. അതോടൊപ്പം തന്നെ മഹാസുഹൃത്തുക്കളായ 71 കുട്ടികൾ, അവരുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഇതിനു മുഴുവൻ ചുക്കാൻ പിടിച്ചിരിക്കുന്ന പരമേശ്വര സാറിനും എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഇതിന്റെ പ്രാധാന്യം എനിക്ക് കൂടുതൽ മനസ്സിലാകും. കാര്യം, കഴിഞ്ഞ 1 വർഷമായിട്ട് 60 വയസ്സിൽ ഏറെയുള്ള അമ്മമാര് ഈ ശ്രീരാമ സന്നിധിയിൽ വന്നിരുന്ന ഭാഗവതം പഠിച്ചു. അവര് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബാല്യകാലമെല്ലാം വൃഥാവിലായി പോയല്ലോ, ഇത് നേരത്തെ തന്നെ തുടങ്ങേണ്ടതായിരുന്നു. വളരെ ദുഃഖത്തോടു കൂടിയാണ് പറഞ്ഞത്. അപ്പോ അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴേ നിങ്ങള് എത്ര ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. ആ ഭാഗവതത്തെ ആശ്രയിച്ചാൽ സകല ദുഃഖങ്ങളും തീരും, എല്ലാ
വൈഷമ്യങ്ങളും എല്ലാം തീർന്ന് സർവൈശ്വര്യത്തോടുകൂടി ശാന്തിയോടുകൂടി ശാശ്വത സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എത്ര ഉദാഹരണങ്ങളാണുള്ളത്. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പരമേശ്വരൻ. നമസ്കാരം ചേട്ടാ. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ പാരായണം പ്രഭാഷണവും ചെയ്യുന്നത് അക്ഷരയാണ്. നമ്മുടെ മഠത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് കുട്ടിയാണ്. എല്ലാ പ്രോഗ്രാമുകളിലും മുൻനിരയിൽ നിന്ന് ഏറ്റവും ആദ്യം വന്ന് എല്ലാം നടത്തുന്ന വളരെ മിടുക്കിയായിട്ട് കുട്ടിയാണ്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. നല്ല രീതിയിൽ ഇന്നത് തുടങ്ങി മുന്നോട്ട് പോകാൻ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. അധ്യായം 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് കുഞ്ഞിന്ന് പാരായണം ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ചെറിയ രീതിയിൽ ഒരു സാരവും ഇന്ന് ഇവിടെ കുട്ടി അവതരിപ്പിക്കും. ഏറ്റവും സ്നേഹത്തോടുകൂടി അക്ഷരയെ അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാതി തരതശ്ചാർത്ഥേഷ്വതിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോക്ഷിത കൈകവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സഖ്യോ ഹൃദ്യവരുധ്യതേ ത്രികൃതിഭിः ശുശ്രൂഷുഭിस्तक्षणात्. കമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവഃ പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രീതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിരീർഷതാം തമോന്ധം സംസാരിണീം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതത്കതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകാ വേദവേദ്യം പരം ബ്രഹ്മ ഫാസദാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭൂ നിർമായശേതേ യതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വദാംസി മേ.
ഇന്ന് ഞാൻ ഇവിടെ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മഹാത്മ്യം 1-ാം അധ്യായത്തിലെ 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ്. കൃഷ്ണം ഭാസ്വര കിരീടാംഗതവലയ കലാകൽപഹാരോദരാംഘ്രീം ശ്രോണീഭൂതം സ്വവക്ഷോ മണിമകര മഹാകുണ്ടലാമണ്ഡിതാസ്യം ഹസ്തോദ്യച്ഛങ്കചക്രാംബുജഗതമമലം പീതകൗശേയവാസം വിദ്യുത്ഭാസം സമുദ്യദ്ദിനകരസദൃശം പത്മസംസ്ഥം നമാമി. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രതപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്യോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രീതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കൃതാമൃതരസാസ്വാദ കുശല ശൗനകോ ബ്രവീത്. ശൗനക ഉവാച അജ്ഞാനന്ദ്വാന്തവിധ്വംസകോटिसूर्यसमप्रभ सूदात्याहि कथासारं मम कर्मरसायनं भक्तिज्ञानविरागाप्तो विवेको वर्तते महान् मायामोहनिरासष्ट वैष्णवै क्रियते कथम्. इह घोरीतलो प्रायो जीवश्चासुरतां गता क्लेशाक्रान्तस्य तस्यैव शोधने किं परायणम्. श्रेयसां यत् भवेत् श्रेय पावनानां च पावनं कृष्णप्राप्तिकरं शश्वत् साधनं तद्वदाधुना. चिन्तामणिर्लोकसुखं सुरद्रुस्सर्गसम्बतं प्रयच्छति गुरुप्रीतो वैकुण्ठं योगि दुर्लभम्. सूत उवाच प्रीतिः शौनक चित्ते ते यतो वच्मि विचार्य च सर्वसिद्धान्तनिष्पन्नं संसारभयनाशनं भक्त्योगवर्धनं यच्च कृष्णसन्तोषहेतुकं तदहं ते विधास्यामि सावधानतया शृणु. कालव्यालमुखग्रासत्रासदन्नाशहेतवे श्रीमद्भागवतं शास्त्रं कलौकीरेण भाषितम्. एतस्मादपरं किञ्चिन् मनःशुद्धेन विद्यते जन्मान्तरे भवेत् पुण्यं तथा भागवतं लभेत्. परीक्षिते कथां वक्तुं सभायां संस्थितेषु के सुधा कुम्भं गृहीत्वैव देवास्तत्र समागमन्. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരമൊന്ന് നോക്കാം. ഭാഗവത മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിലെ ആദ്യ ശ്ലോകം ഗുരുവന്ദനമാണ്. ഭാഗവതം രചിച്ചത് വ്യാസമഹാമുനിയാണ്. അദ്ദേഹം സ്വന്തം പുത്രനായ ശ്രീശുകന് ഭാഗവതം ഉപദേശിച്ചു. ശ്രീശുക ബ്രഹ്മർഷി അർജുനപുത്രനായ പരീക്ഷിത് മഹാരാജാവിന് തക്ഷകനിൽ നിന്നുള്ള മൃത്യുഭയം മാറാനായി ഭാഗവതത്തിലൂടെ ആത്മതത്വം ഉപദേശിച്ചു. അങ്ങനെ ലോക ജനതയ്ക്ക് ഭാഗവതം കിട്ടിയത് ശ്രീശുകനിലൂടെയാണ്. ആയതിനാൽ ഇവിടെ അദ്ദേഹത്തെ നമസ്കരിക്കുന്നതായിട്ടാണ് ആദ്യ ശ്ലോകം. സ്വന്തം പിതാവായ വ്യാസനിൽ പോലും എന്റെ പിതാവ് എന്ന മമതാബന്ധം വെക്കാതെ തികഞ്ഞ വൈരാഗിയായി വൈദിക കർമ്മങ്ങൾക്ക് അധികാരം നൽകുന്ന ഉപനയന കർമ്മം പോലും സ്വീകരിക്കാതെ വിഷയവൈരാഗ്യം സിദ്ധിച്ച് സന്യസിച്ച് തന്നെ വിട്ടുപോകുന്ന ലോകക്ഷേമത്തിനായി പ്രവർത്തിക്കുകയാണ് തന്റെ ദൗത്യമെന്ന് തീർച്ചപ്പെടുത്തി തന്നിൽ നിന്ന് അകന്നു പോകുന്ന തന്റെ പ്രിയപുത്രനെ നോക്കി സങ്കടം സഹിക്കാനാകാതെ ഹേ പുത്ര എന്ന് വിളിച്ചു. അപ്പോൾ മഹാത്മാവായ
ശുക്കന്റെ സർവാത്മഭാവം നിമിത്തം അവിടെയുള്ള വൃക്ഷങ്ങൾ ആ പുത്ര എന്നുള്ള വിളി സ്വീകരിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പ്രതികരിച്ചു. ഇതിന്റെ അർത്ഥം ശ്രീശുക ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ച മഹാത്മാവാണ് എന്നതാണ്. അദ്ദേഹം സർവഭൂതങ്ങളുടെയും ഹൃദയവാസിയായി ഭവിച്ചിരിക്കുന്നു. സർവം അന്തര്യാമിയായി ആത്മഭാവം കൈക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവർക്കാണ് ആരുടെ കോള് വന്നും തോന്നുന്നു. പാവം കുഞ്ഞിനത് ഔട്ടായി പോയി. ലെഫ്റ്റ് ആയോ? അല്ല, കോൾ ആരാണ്ട് 2 പ്രാവശ്യം കോള് വന്നത് ഓഫ് ചെയ്ത പറയാതെ അതൊരു കോൾ വന്നു. സാരല്ല മോളെ. ഓക്കെ, ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവർക്കാണ് ബ്രഹ്മോപദേശത്തിന് അധികാരം. അങ്ങനെയുള്ള ആ മഹാമുനിയെ നമസ്കരിക്കുന്നു. അത്യന്തം പരിപാവനമായ നൈമിഷാരണ്യത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ശൗനകാദി മഹർഷിമാർ 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം എന്നു പേരുള്ള ഒരു യോഗം ആരംഭിച്ചു. അപ്പോൾ ശ്രേഷ്ഠനായ ഒരു അതിഥി അവിടെ എത്തി. അതാണ് വേദവ്യാസ ശിഷ്യനായ സൂതമുനി. രോമഹർഷണ മുനിയുടെ പുത്രനാണ് അദ്ദേഹം. ഉഗ്രശവസ് എന്ന അദ്ദേഹത്തിന് പേരുണ്ട്. സൂതന്മാർ യജ്ഞത്തിലെ ഇടവേളകളിൽ കഥ പറയുന്നവരാണ്. അവർ കഥാകുശലന്മാരാണ്. യജ്ഞശാലയിൽ അദ്ദേഹത്തിന് ഉപകാരപൂർവം സ്വീകരണം നൽകി. കഥകളിൽ നിന്ന് ലഭിക്കുന്ന കഥാസാരം എന്ന കഥാസാരത്തെ, ആ അമൃതത്തെ ആസ്വദിക്കാൻ പ്രത്യേക കഴിവുള്ള ശുനകപുത്രനായ ശൗനകൻ ആ സൂതനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അജ്ഞാനം അഥവാ അറിവില്ലായ്മ എന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന കോടി സൂര്യ സമമായ പ്രഭയോട് കൂടിയ ഹേ സൂത, എന്റെ ചെവികൾക്ക് ആനന്ദദായകമായ കഥാസാരത്തെ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. നമുക്ക് സ്വന്തം ആത്മാവിനെ അറിയാൻ സാധിക്കാത്തത് ഈ അറിവില്ലായ്മ കൊണ്ടാണ്. ആത്മാവിനെ അവനവനെ അറിയാനുള്ള അറിവ് പകർന്നു നൽകുന്ന ആളാണ് ഗുരു. ഭാഗവത കഥകൾ പറഞ്ഞ് അതിലെ കഥാസാരം കൂടി വ്യക്തമായി ഗുരു പറഞ്ഞു തരുമ്പോഴാണ് നമ്മുടെ അറിവില്ലായ്മ മാറി ആത്മപ്രകാശം സിദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് കഥ മാത്രം പോരാ, സാരം കൂടെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞത്. ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വിവേചന സാമർഥ്യവും എങ്ങനെ വർദ്ധിപ്പിക്കാം? വിഷ്ണു ഭക്തന്മാർക്ക് മായാമോഹത്തെ എങ്ങനെ അതിജീവിക്കാം? അതിന് പറ്റിയ കഥ ഏതാണ്? ഭാരതത്തിൽ കലിയുഗം ഘോരമായി വിളയാടിക്കൊണ്ടിരിക്കുമ്പോൾ ജീവന്മാർ മിക്കവാറും അസുരഭാവത്തെ പ്രാപിച്ചിട്ട് പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. തന്മൂലം എല്ലാവർക്കും ദുഃഖവും വിഷമതകളും മനപ്രയാസങ്ങളും ഉണ്ടാകും. ഈ അവസ്ഥയെ ശുദ്ധീകരിക്കുവാൻ എന്താണ് ഉപായം? ഒരു ജീവനെ ശാശ്വത സുഖത്തിലേക്ക് നയിക്കുന്ന ശ്രേയസ്സിനെ പ്രാപിക്കാൻ എന്തു ചെയ്യണം? പരിശുദ്ധമായത് എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാപിക്കാൻ എന്തു ചെയ്യണം? ഒരിക്കലും നശിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന ആ പരമസത്യത്തെ പറഞ്ഞു തന്നാലും. ചിന്താമണി എന്ന രത്നം നമുക്ക് ഭൂമിയിൽ വേണ്ടുന്ന എല്ലാവിധ സുഖങ്ങളും നൽകും. കൽപ്പവൃക്ഷം എല്ലാ സ്വർഗസുഖങ്ങളും നൽകും. എന്നാൽ സന്തുഷ്ടനായ ഗുരുവാകട്ടെ യോഗികൾക്ക് പോലും ദുർഘടമായ വൈകുണ്ഠപരത്തെ നൽകും. വൈകുണ്ഠം എന്നാൽ ആനന്ദം മാത്രം. ഈ ചോദ്യങ്ങൾ കേട്ട് സൂതൻ പറഞ്ഞു, ഹേ ശൗനക, നിന്റെ ഉള്ളിൽ ഗുരുപ്രീതിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതായ എല്ലാ വേദങ്ങളിൽ നിന്നും, ഉപനിഷത്തുകളിൽ നിന്നും, ഇതിഹാസങ്ങളിൽ നിന്നും, പുരാണങ്ങളിൽ നിന്നും, മറ്റെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും ഉണ്ടായതും സംസാരഭയത്തെ നശിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയാം. നിരന്തരമായ ഒരുവനിൽ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഭക്തി അഥവാ ഈശ്വരപ്രേമം കൃഷ്ണപ്രീതി ഉണ്ടാക്കും. നിരന്തരമായി ഭക്തി വളരുവാനുള്ള തത്വം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് കാലസ്വരൂപമായ സർപ്പത്തിന്റെ മുഖാന്തർഭാവത്തിൽ വായയിൽ പ്രവേശിക്കേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന ദുഃഖത്തെ നിശ്ചയമായും നശിപ്പിച്ച്, മരണഭയത്തെ പോലും നശിപ്പിച്ച് അമൃതത്വത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി ശ്രീശുക മുനിയാൽ കീർത്തിക്കപ്പെട്ട സർവ വേദാന്ത സാര സിദ്ധാന്തമാകുന്നു ശ്രീ മഹാഭാഗവതം. മനസ്സിനെ പരിശുദ്ധമാക്കാൻ ശ്രീമദ് ഭാഗവത ശാസ്ത്രത്തെക്കാൾ ഉത്കൃഷ്ടമായ വേറെ ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ജന്മങ്ങളിൽ സത്പ്രവൃത്തികൾ ചെയ്ത് പുണ്യം സമ്പാദിച്ചവർക്ക് മാത്രമേ ഭാഗവതം കേൾക്കാൻ അവസരമുണ്ടാവുകയുള്ളൂ. അവർക്ക് മാത്രമേ ഭാഗവതം കേൾക്കണമെന്ന് തോന്നുകയുമുള്ളൂ.
മനസ്സിൽ പാപവാസനകൾ ഉണ്ടാകാതെ നോക്കുന്നതും ഏതെങ്കിലും ജന്മത്തിലെ പാപവാസനകൾ ലേശമെങ്കിലും അകത്തുണ്ടെങ്കിൽ അവയെ ഭാഗവതം കഴുകിക്കളയുന്നതാണ്. പണ്ട് പരീക്ഷിത് മഹാരാജാവിന് ഗംഗാതീരത്ത് വെച്ച് ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം 7 ദിവസം കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു. പരീക്ഷത്തിന് മോക്ഷം ലഭിച്ചു. അങ്ങനെയാണ് നമുക്ക് ഭാഗവതം ലഭിച്ചത്. അന്നവിടെ ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം പറയാനായി സന്നിഹിതനായപ്പോൾ ദേവന്മാർ അമൃത കലശവും എടുത്തുകൊണ്ട് അവിടെ എത്തി. എനിക്ക് ഇങ്ങനെ ഒരു പ്രഭാഷണം അവതരിപ്പിക്കാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും വിശ്വനാഥൻ നമ്പൂതിരി സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ കൊച്ചുകുഞ്ഞായ ഋതു ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയുടെ കുറച്ച് ഭാഗങ്ങളും ചൊല്ലും. അതിനുശേഷം നമുക്ക് ഇവർക്കുള്ള ആശംസകൾ അറിയിക്കാം. ഋതുവിനെ ഏറ്റവും സന്തോഷത്തോടെ അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കും. ആതോ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തിസുതാപാലനം ഭാഗവതം പുരാണ കഥിതം ശ്രീകൃഷ്ണലീലാമൃതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കു വിനാശമോ മിന്നാനേരമെന്നേതു മറിഞ്ഞില്ല. കണ്ടു കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നീതു കേൾപ്പിന്നെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും. നരി ചത്തു നാരനായി പിറക്കുന്നു, നാരി ചത്തുടനൊരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കുടുങ്ങിയായി പിടക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ അത്ര നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വിളനിലമാക്കിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും
ചെന്നേ മറ്റൊന്നും സാധ്യ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ. യുഗം നാലിലു നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമായണിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നീ മറ്റില്ലേതുമേ യജ്ഞമറിഞ്ഞാലും അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം. ചത്തുപോന്നേരം വസ്ത്രമതുപോലും മുത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും കൂടിയല്ല പിടക്കുന്ന നേരത്ത് കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിയോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. ഏതു ദിക്കിലിരിക്കലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമെല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടെന്നാകിലും ജന്മസാഫല്യമപ്പോഴേ വന്നു പോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. ഋതു നന്നായിട്ട് ചൊല്ലി കേട്ടോ. ഭഗവാൻ കുഞ്ഞിലൂടെ ഞങ്ങൾ ഇതൊക്കെ കേൾപ്പിച്ചു. വളരെ സന്തോഷമുണ്ട്. അക്ഷരയും ഋതുവും നന്നായിട്ട് ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഭഗവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും ഇതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധുച്ചേട്ടാ, സാർ മധുച്ചേട്ടന് ഓരോ വാക്ക് പറയണം കുഞ്ഞുങ്ങളെ കുറിച്ച്. അക്ഷരയുടെ അവതരണം ഇന്നത്തെ ഭാഗവത ആചാര്യന്മാരെ പോലും വെല്ലുവിളിക്കുന്നത് ഒന്നും മട്ടിലാണ്. അവര് പോലും ഇങ്ങനെ അർത്ഥം വ്യാഖ്യാനിച്ച് പറയാറില്ല. അതിന്റെ രത്നചുരുക്കം നന്നായിട്ട് പറഞ്ഞു. അതിനേക്കാൾ ഉപരി നല്ല സ്പഷ്ടമായ ഉച്ചാരണം, ഒരു തെറ്റുമില്ലാതെ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം തെറ്റ് പഠിച്ചാൽ അങ്ങനെ വരികയുള്ളൂ. അതില്ലാതെ കണ്ട് പരിശീലിപ്പിച്ചു എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. കാരണം അവരെ കൊണ്ട് എത്ര വർഷം ചൊല്ലിച്ചാലാണ് തെറ്റ് നമുക്ക് ചൊല്ലിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു തെറ്റ് കണ്ടുപിടിക്കാനാവാതെ നല്ല സ്പഷ്ടമായ ഉച്ചാരണത്തോടെ ആശയം നല്ല ദൃഢമായി അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഭാവിയിൽ ഭാഗവതം അസ്തമിക്കില്ല എന്ന് കാണിക്കുന്ന വലിയ വാഗ്ദാനമാണ് വാസ്തവത്തിൽ അക്ഷര ഇന്ന് കാഴ്ചവെച്ചത്. ഇനിയും നിരന്തരമായി ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഋതു നല്ല ഭംഗിയായിട്ട് ഒരു സങ്കോചമില്ലാതെ അത് മുഴുവൻ ചൊല്ലി. ആദ്യത്തെ ഭാഗവതത്തെ സംഗ്രഹം എന്ന് മാത്രമല്ല, ജ്ഞാനപ്പാന ഇത്രയൊക്കെ ഈ പ്രായത്തിൽ നോക്കിയെങ്കിലും ചൊല്ലാൻ പറ്റുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിലെ കുട്ടികൾക്ക് ഒരു അത്ഭുതം തന്നെയാണ്. അത് തന്നെയാണ് ആ കൊച്ചുകുട്ടി കാഴ്ചവെച്ചത്. അതിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇനിയും പഠിക്കാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അക്ഷരെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെ അതിമനോഹരമായിരുന്നു. പക്വത വന്ന ഒരു ഭാഗവതാചാര്യൻ എങ്ങനെയാണോ ഭാഗവതത്തെ അവതരിപ്പിക്കുന്നത് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടാണ് അക്ഷര ആ
ഭാഗവത മഹാത്മ്യം ചൊല്ലിയതും അതിന്റെ വ്യാഖ്യാനം നടത്തിയത്. കുഞ്ഞിന് എല്ലാ ഭാവുകങ്ങളും നേടുക മാത്രമേ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഋതു ഇവിടെ അവതരിപ്പിച്ച കീർത്തനം ഗഹനമായ അർത്ഥസ്ഫുടതയോടുകൂടി നമ്മളെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടാണ് കുഞ്ഞ് അത് അവതരിപ്പിച്ചത്. ഭഗവാൻ അങ്ങേയറ്റം അനുഗ്രഹം ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ചെയ്യാവുള്ളൂ. നന്ദി, നമസ്കാരം. സോമൻ ചേട്ടാ, ഒരു പ്രോത്സാഹനം. ഇന്ന് സാറും ചേട്ടനും പറഞ്ഞില്ലേ, ഇനി ചെറിയ അമ്മമാരുടെ അനുഗ്രഹവും ഗംഭീരായി. അല്ലെ, എന്ത് പറയാനാ, അത്ര സന്തോഷാണ്. അക്ഷര കുഞ്ഞും മൃദു കുഞ്ഞും ഗംഭീരായി. ഗുരുവായൂരപ്പൻ എല്ലാവരും നന്നായി അനുഗ്രഹിക്കട്ടെ. പരമേശ്വരൻ സാറിന് സന്തോഷിക്കാം. കുഞ്ഞുങ്ങള് നന്നായിട്ട് ചെയ്തതാണല്ലോ ഏറ്റവും വലിയ ആനന്ദം. പരമേശ്വരൻ സാറിന് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള കരുത്തും ശക്തിയും മനസ്സും എല്ലാം പൊന്നുതമ്പുരാൻ തരട്ടെ. സായിരാം. സായിരാം. നമസ്തേ സർ. സായിറാം. അക്ഷര വളരെ ഭംഗിയായിട്ട് മോള് ചൊല്ലി, വ്യാഖ്യാനം അതുപോലെ. നമ്മുടെ നമ്പൂരി സാറിനെയും മധുചേട്ടന്റെയും ഇപ്പൊ സോമൻ ചേട്ടന്റെ ഒക്കെ അനുഗ്രഹ ഭാഷണം ഇനി എന്ത് വേണം? അത്രയ്ക്ക് നന്നായി. ഒരു സുഹൃതമാണ് ശരിക്കും ഈ ചെറിയ പ്രായത്തില് ഇങ്ങനെ ഒരു അവസരം പഠിക്കാനും പറയാനും ഒക്കെ ഒരു അവസരം കിട്ടാന്നുള്ളത് അത്രയ്ക്ക് സുഹൃതമാണ്. ഋതുക്കുട്ടന് നന്നായിട്ട് ചൊല്ലിട്ടോ. പിന്നെ പരമേശ്വരൻ സാറിന് വലിയൊരു നമസ്കാരം. ഈ കുട്ടികളെ ഇങ്ങനെ ഗ്രൂം ചെയ്തെടുക്കുന്നത് ചില്ലറ പണിയൊന്നുമല്ല. അത് അവരുടെ വീട്ടുകാരെ സമ്മതിക്കണം. എന്തായാലും ഈ ഒരു പുണ്യം ഈ മണ്ഡലകാലത്ത് ഇങ്ങനെ ഒരു പുണ്യം നമ്മുടെ വീടുകളിൽ എത്തുന്നു എന്നുള്ളത് അത് നമ്മുടെ വലിയ പുണ്യമാണ്. എൻ്റെ ഒരു അനുഭവത്തില് ഈ ഭാഗവതം കേൾക്കാൻ പറ്റാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. കുട്ടികളുടെ മുഖത്തുനിന്ന് കേൾക്കാന്ന് പറയുന്നത് അതിലും വലിയൊരു കാര്യം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഞാൻ ഈ വന്ദന ശ്ലോകം എല്ലാവരെ കൊണ്ടും ചൊല്ലിക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്നുകൊണ്ടുമല്ല, ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഒരു വ്രതമായിട്ട് തന്നെ പുരുഷാർ നേരത്തെ പറഞ്ഞ പോലെ വ്രതം ആണ് ശരിക്കും, ഒരു മണ്ഡലകാല വ്രതമാണല്ലോ. അപ്പോ എല്ലാ വീടുകളിലും ഇത് കേൾക്കട്ടെ. ഈ ഭാഗവതത്തിന്റെ വന്ദന ശ്ലോകം 12 ശ്ലോകങ്ങൾ എല്ലാവരും കേൾക്കട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ആദ്യം അത് ചൊല്ലിയിട്ടാണ് പിന്നെ മഹാത്മ്യത്തിലേക്ക് കടക്കുന്നത്. അപ്പോ ഒരു 3-4 മിനിറ്റ് കൂടുതൽ വരുമായിരിക്കാം, പക്ഷെ അതൊരു വലിയൊരു എന്താ പറയാ, വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോ അത് എല്ലാ ഗൃഹങ്ങളിലും അത് ഈ മണ്ഡലകാലത്ത് അത് ധ്വനി ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഈ മണ്ഡലകാലത്ത് ഈ ഒരു പുതിയ പരിപാടി വളരെ മനോഹരമായ ഒരു തുടക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അക്ഷരയിലൂടെ വളരെ സംഗീതാത്മകവും അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടും ഏറെ മനോഹരമായി, ഒരു തെറ്റൊന്നും ചൂണ്ടിക്കാണിക്കാൻ അത്രയും ഭംഗിയായി, ശരിക്കും ഒരു ഭാഗവത സദസ്സിൽ ആചാര്യന്മാർ പാടി കേൾക്കുന്ന ആ രീതിയിൽ തന്നെയുള്ള വളരെ മനോഹരമായ ആലാപനം, അതിന്റെ വ്യാഖ്യാനവും അതേപോലെ ഭംഗിയായി അക്ഷര നിർവഹിച്ചു. അഭിനന്ദനങ്ങൾ. ഇതിനെയും ഇതുപോലെ തന്നെ തുടരാൻ അക്ഷരയ്ക്ക് ഭഗവാൻ ഭാഗ്യം കൊടുക്കട്ടെ. അതിനേക്കാൾ ഉപരിയായിട്ട് ഋതുക്കുട്ടൻ പറഞ്ഞ പോലെ ഈ കൊച്ചു പ്രായത്തിൽ എന്ത് ഭംഗിയായിട്ടാണ് ഏകശ്ലോകി ഭാഗവതവും ജ്ഞാനപ്പാനയും വളരെ മനോഹരമായി തന്നെ വളരെ വ്യക്തമായ ശബ്ദത്തിൽ ഒരു സംശയവും ഇല്ലാണ്ട് വളരെ ഭംഗിയായി ഋതു അവതരിപ്പിച്ചു. വളരെ സന്തോഷം. കേൾക്കുന്ന നമുക്കൊക്കെ വളരെ ശരിക്കും കോൾമേറുണ്ടാവുന്ന രീതിയിൽ തന്നെയാണ് കുട്ടികളുടെ പെർഫോമൻസ്. ഇവരെ ഇത്തരത്തിൽ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന പരമേശ്വരൻ സാറിനും അതുപോലെ സോമൻ ചേട്ടനും മധുചേട്ടനും വിശ്വനാഥ് നമ്പൂരി സാർ, ഇവരൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. ഇത് തുടർന്നും ഇതുപോലെ നന്നായി നടക്കാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. ഹരേ കൃഷ്ണ. നമ്മളെ അക്ഷര വാക്കുകളില്ല പറയാൻ. ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഭാഗവതം വായിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും നിങ്ങളൊക്കെ വലിയ ആചാര്യകളായിട്ട് മാറും തീർച്ചയായിട്ടും. സ്വാമിയർപ്പണത്തിലെ എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. പരമേശ്വരൻ സാറിനോടും വിശ്വനാഥ് സാറിനോടും ഒക്കെ എത്രയാ നമസ്കാരം പറയേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ ട്രെയിനിങ് ചെയ്തെടുത്തത്, വളരെ നന്നായിരുന്നു. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അതേപോലെ മോനും എത്ര നന്നായിട്ടാണ്
പാടിയത്. ഭഗവാൻ ഇനിയും മേൽക്കുമേൽ നിറയെ ഭാഗവതം മുഴുവൻ വലിയ ഒരു 10-50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കാണാതെ ചൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ പോയാൽ. ഹരേ കൃഷ്ണ. സായിരാം. നമുക്ക് നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം മുതൽ 24-ാമത്തെ ശ്ലോകം വരെയാണ് പാരായണവും പ്രഭാഷണവും. അത് നിർവഹിക്കുന്നത് വിനീത് കൃഷ്ണനാണ്. ഏകശ്ലോകഭാഗവതവും ജ്ഞാനപ്പാനയും അവതരിപ്പിക്കുന്നത് അദ്രിനാഥ് ആണ്. 2 കുട്ടികളെ നാളെ എല്ലാവരും എത്തി കുട്ടികളെ അനുഗ്രഹിക്കണം. ഇന്നത്തെ പോലെ തന്നെ നല്ല ഒരു സദസ്സ് അവർക്ക് കൊടുക്കണം. നല്ലൊരു രീതിയിലുള്ള പ്രോത്സാഹനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഏറ്റവും എന്താ വെച്ചാൽ അവരെ ഇതിന് തയ്യാറായി എന്നുള്ളത് നിസ്സാര കാര്യമല്ല. എന്റെ വർക്ക് കുറവാണ്. അവർക്ക് പരീക്ഷയുണ്ട്, തിരക്കുണ്ട്, ഇപ്പൊ കലോത്സവങ്ങളുടെ സമയമാണ്, എല്ലാവരും ഭയങ്കര ബിസിയാണ്. എന്നാലും അവരെപ്പോഴെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ഓൺലൈനിൽ വന്ന് അവർ പഠിക്കാൻ തയ്യാറാവുന്നുണ്ടല്ലോ. പിന്നെ മാത്രമല്ല, ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവരൊക്കെല്ലാം എന്താ പറയാ, സ്വാമിയർമഠത്തിന്റെ മണ്ണിന്റെ അനുഗ്രഹം, വിശ്വനാഥ നമ്പൂരി സാർ പോലെയുള്ള ഗുരുനാഥന്മാരുടെ അനുഗ്രഹം അവരുടെ ഉള്ളില്, അതൊരു സാർ എപ്പോഴും പറയാറുണ്ട്, മഠത്തില് എന്ത് പരിപാടി നടന്നാലും അതിന്റെ ആ തരംഗങ്ങള് ആ അന്തരീക്ഷത്തിലുണ്ട്. അത് പഴയ സന്യാസിമാരുടെ ആ അനുഗ്രഹങ്ങളെല്ലാം അവിടെ ഉണ്ട്. എന്തെല്ലാം പ്രോഗ്രാം നടക്കുന്നു, വലിയ വലിയ കാര്യങ്ങള്, അതിന്റെ ആ അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് അവിടെ വരുന്ന ഓരോ വ്യക്തിക്കും ആ അനുഗ്രഹം ലഭിക്കും എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമായിട്ട് ഈ കുട്ടികളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളെ ഇങ്ങോട്ട് അയച്ച മാതാപിതാക്കന്മാര് വളരെയധികം ഭാഗ്യവാന്മാരാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. കുഞ്ഞുങ്ങളുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് അവർക്കിവിടെ വരാനും പറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ഈശ്വരാനുഗ്രഹം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കവചം പോലെ തീർച്ചയായിട്ടും ഭാഗവതം അവരെ രക്ഷിക്കുന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ശ്രീരുദ്രം അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ ഭാഗവതം കൂടെ അവരെ കൂടെ എപ്പോഴും ഉണ്ടാകും. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി നമുക്കിവിടെ സമാപിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഒരുപാട് നമസ്കാരം. ഇത്രയും നല്ല പ്രോത്സാഹനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് ഇനിയും തുടർന്ന് ഈ 41 ദിവസവും കുട്ടികളെ അനുഗ്രഹിക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എല്ലാവർക്കും സായിരാം. സായിരാം.